إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ അളക്കുന്നത് നമ്മുടെ പെരുമാറ്റവും സംസാരവും കൊണ്ടെല്ലാമാണ്. നാം എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത്, നമ്മുടെ സംസാരം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്, അവർക്കതൊരു പോസിറ്റീവായി തോന്നിയെങ്കിൽ അവർ പറയും ഇന്ന വ്യക്തി നല്ലവനാണ് എന്നുള്ളത്. ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുന്നവരോടും ജനങ്ങളോട് നല്ല രൂപത്തിൽ ഇടപഴകുന്നവരോടും സംസാരിക്കുന്നവരോടുമെല്ലാമാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളത്. നാവ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മിൽ നിന്നും അകന്നു പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്.
പരിശുദ്ധ ഖുർആനില് എല്ലാ വെള്ളിയാഴ്ചകളിലും നാം ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്ന തഖ്വയുടെ 3 വചനങ്ങളിൽ ഒരായത്താണ്. ഇപ്പോഴും നമ്മൾ ആ ആയത്ത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എല്ലാ വെള്ളിയാഴ്ചകളിലും മറ്റുള്ള ക്ലാസ്സുകളിലും ഒക്കെയായി ദർസുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ എന്നുള്ള ആയത്തുകളും വചനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ വചനത്തിൽ അല്ലാഹ് പറയാണ്, അല്ലാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒപ്പം തന്നെ അല്ലാഹ് പറയുന്നു, വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ശരിയായ നേരെ ചൊവ്വയുള്ള വാക്കുകൾ മാത്രം നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ ശരിയായ വാക്കുകൾ നിങ്ങൾ പറയുകയും ചെയ്യുക എന്ന് പറയാം. ഇവിടെ അല്ലാഹ് ശരിയായ വാക്ക് എന്ന് പറയാൻ വേണ്ടി പരാമർശിച്ചിട്ടുള്ളൊരു അറബി പദം എന്നുള്ളത് സദീദൻ എന്നുള്ളതാണ്. സദീദൻ എന്താണ്? ഈ സദീദൻ എന്ന് പറഞ്ഞാൽ സദ്ദ, സദീദ, സദ്ദൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്ത് യാസീൻ ഇങ്ങനെ നമ്മൾ ഓതുമ്പോൾ നമുക്ക് അതിന്റെ 9ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ എന്നുള്ളൊരു വാക്ക്. അതിനർത്ഥം വരുന്നത് അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിൽ ഒരു തടസ്സവും എന്ത് ചെയ്തിരിക്കുന്നു? നാം വച്ചിരിക്കുന്നു എന്നുള്ളത്. അവിടെ സദ്ദൻ എന്നുള്ള വാക്കിന് അല്ലാഹ് ഉദ്ദേശിച്ചിരിക്കുന്നത് തടസ്സം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സദ്ദൻ, സദീദൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് തടസ്സം, പിടിച്ചു വെക്കുക, പിടിച്ചു നിർത്തുക, തടഞ്ഞു വെക്കുക എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പല രൂപത്തിൽ അതിന് അർത്ഥം വരും. ഇവിടെ അല്ലാഹ് പറഞ്ഞു, വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ശരിയായ വാക്ക് പറയണം എന്ന് പറഞ്ഞാൽ അതിന്റെ സൈക്കോളജി എന്ന് പറയുന്നത്, ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ വായി തോന്നുന്നത് മുഴുവനും എന്ത് ചെയ്യാൻ പാടില്ല? എടുത്ത് അവരോട് സംസാരിക്കാൻ പാടില്ല. ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന നാം ആരോടാണോ സംസാരിക്കുന്നത് അവനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ പറയുന്ന വാക്കുകൾ, വർത്തമാനങ്ങൾ, സംസാരങ്ങൾ അവൻ ഉൾക്കൊള്ളുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പല വിഷയങ്ങളും അവരോട് തുറന്നു പറയാൻ പാടുള്ളൂ. ചില ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് എല്ലാം അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് കേൾക്കാം. എവിടെ പറയണം, എങ്ങനെ പറയണം, എന്ത് പറയണം എന്നറിയാതെ സംസാരിക്കുന്നവർ. അല്ലാഹ് പറയണം, നിങ്ങളുടെ സംസാരം അങ്ങനെ ആകാൻ പാടില്ല. അറുത്ത് മുറിച്ച് പറയേണ്ട കാര്യങ്ങൾ, പറയേണ്ട സാഹചര്യങ്ങളിൽ പറയേണ്ടതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാൻ പാടുള്ളൂ. പണ്ട് കാലങ്ങളിൽ കുഴപ്പമില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് പറയുന്നുണ്ടോ അത് മുഴുവനും ഒപ്പിയെടുക്കാൻ വേണ്ടി പല ആളുകളും സോഷ്യൽ മീഡിയകളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കിട്ടുന്ന വാർത്തകൾ ഒരുപോലെ തന്നെ ഓരോ പോസ്റ്റുകളും കിട്ടുമ്പോൾ അത് ഉടനെ തന്നെ ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുന്ന പരിപാടി, തൊണ്ട തൊടാതെ മിണുങ്ങുന്ന പരിപാടി നമുക്ക് പാടില്ല. അതിൻ്റെ കാര്യങ്ങൾ നിജസ്ഥിതി കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി സത്യം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ഇടപെടൽ അവിടെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം അല്ലാഹ് പറയാണ്, ഖൂലു ഖൗലൻ സദീദ, മാന്യമായ വാക്കുകൾ പറയാം. പറയുന്ന കാര്യങ്ങൾ, ഓരോ പറയുന്ന കാര്യങ്ങളും ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നമ്മൾ പറയാൻ പാടുള്ളൂ. വാക്കുകളെ അത്രത്തോളം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി ആ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? അല്ലാഹ് പറയുകയാണ്, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾ നല്ല സംസാരം നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് നന്നാക്കി തരും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നാം ഇടപഴകുന്ന സാഹചര്യങ്ങൾ, കൂട്ടുകാർക്കിടയിലാണെങ്കിൽ, ക്യാമ്പസുകളാണെങ്കിൽ, നമ്മുടെ ഓഫീസുകളിലാണെങ്കിൽ, സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ, എവിടെ നമ്മൾ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹു നമുക്ക് എന്ത് ചെയ്യും? നന്നാക്കി തരും. അതുമാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളും അല്ലാഹ് നിങ്ങൾക്ക് പുറത്തുതരും എന്നുള്ളതാണ്. വാക്കുകളെ നോക്കി പറയുന്ന ആളുകൾ അബദ്ധങ്ങൾ പറയുന്നത് കുറവായിരിക്കും, മ്ലേച്ഛതകൾ വിളിച്ചു പറയുന്നത് കുറവായിരിക്കും, തെറ്റിദ്ധാരണകൾ പരത്തുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് കുറവായിരിക്കും, നമീമത്ത്, ഗീബത്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് സംസാരം കൊണ്ടുണ്ടാക്കിയേക്കാവുന്ന പല തിന്മകളും അവനിൽ നിന്നുണ്ടാവില്ല. അവനിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ എന്ത് ചെയ്യും? അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരാണോ അല്ലാഹനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവർ മഹത്തരമായ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണം.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ഒരു ഉപമ പറയുന്നുണ്ട്. അലം തറ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ എന്ന് അല്ലാഹ് ചോദിക്കുന്നത്. ഈ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്ത് കണ്ടോ, എന്ത് കണ്ടില്ലേ എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ, നല്ല സംസാരത്തെ അല്ലാഹ് ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടോ എന്ന് അല്ലാഹ് ചോദിക്കുന്നത്. നല്ല സംസാരം, കലിമത്തുൻ ത്വയ്യിബ, മധുവൂറുന്ന അർത്ഥവത്തായ നല്ല രൂപത്തിലുള്ള സംസാരത്തെ അല്ലാഹ് ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? പരിശുദ്ധ ഖുർആൻ മറയ്ക്കുമ്പോൾ, നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് അല്ലാഹ് ചോദിക്കാം. അല്ലാഹ് പറയുകയാണ്, കലിമത്തുൻ ത്വയ്യിബ, നല്ല സംസാരം എന്ന് പറഞ്ഞാൽ കശജറത്തിൻ ത്വയ്യിബ, അത് ഏറ്റവും നല്ലതായ ഒരു മരത്തോടാണ് അല്ലാഹ് ഉപമിച്ചിരിക്കുന്നത്. നല്ലൊരു മരം പോലെയാണ് എന്നുള്ളതാണ്. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ മുരട എന്ന് പറയുന്നത് ഉറച്ചു നിൽക്കുന്നതാണ്. അതിന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി നിന്നുകൊണ്ട് നല്ല ബലത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന ഒരു മരം. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങളാകട്ടെ ആകാശത്തിലേക്ക് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു മരം. തുഅതി ഉകുലഹാ കുല്ല ഹീനം ബിഇദ്നി റബ്ബിഹാ, എല്ലാ കാലഘട്ടത്തിലും ആ മരം എന്ത് ചെയ്യാണ്? അവന്റെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം കൃത്യമായി എല്ലാ കാലത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മരം. എല്ലാ കാലത്തും ആ ഫലത്തിൽ നിന്ന് ആ മരത്തിൽ നിന്ന് ഫലങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു വാട്ടമോ ക്ഷീണമോ ഇല്ലാതെ അതിൻ്റെ വേരിങ്ങനെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി നിന്നുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന നല്ല താക്കത്തുള്ള ഒരു മരത്തിനോടാണ് നല്ല വാക്കിനെ അല്ലാഹ് ഉപമിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, വമസലു കലിമത്തിൻ ഖബീസ, ദുഷിച്ച വാക്കുകളുണ്ടല്ലോ, ആ ദുഷിച്ച വാക്കുകളെ അല്ലാഹ് ഉപമിച്ചിരിക്കുന്നത് കശജറത്തിൻ ഖബീസ, ഒരു ദുഷിച്ച വൃക്ഷത്തിനോടാണ്. ഉജ്തുസ്സത മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ, ഭൂതലത്തിൽ നിന്ന് അതിങ്ങനെ പിഴുതെടുക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അടിവേരുകൾക്കൊന്നും ഒരു ഉറപ്പില്ല, മണ്ണിൽ നിന്ന് ഇങ്ങനെ അത് പിഴുതു മാറ്റപ്പെട്ടിരിക്കുന്നു. മാ ലഹാ മിൻ ഖറാർ, അതിൽ നിന്ന് ആ മരത്തിന് യാതൊരുവിധ നിലനിൽപ്പുമില്ല എന്ന് അല്ലാഹ് പറയാം. നമ്മുടെ സംസാരം എങ്ങനെയാണ്? നല്ല ശക്തമായ, എല്ലാ കാലത്തും പൂവിട്ട് കായ്ച്ച് ഫലങ്ങളും അതിൻ്റെ ഗുണങ്ങളും ജനങ്ങൾക്ക് നൽകുന്ന രൂപത്തിലുള്ള ആ മരത്തിനോട് ഉപമിച്ചതുപോലെയാണോ നമ്മുടെ സംസാരം? നമ്മുടെ സംസാരം കൊണ്ട് എത്ര ആളുകൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എത്ര ആളുകൾക്ക് എന്തെല്ലാം ഉപകാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ സംസാരത്തെ നമ്മൾ നന്നാക്കണം. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായും ഗൗരവമായും അല്ലാഹ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസികളായ ആളുകളിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് നാവിനെ സൂക്ഷിക്കുക, സംസാരത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. ബനൂ ഇസ്രായേല്യർക്ക് അല്ലാഹ് പ്രത്യേകമായ ചില കാര്യങ്ങൾ അവർക്ക് കരാറ് കൊടുക്കുകയും അവരിൽ നിന്ന് കൃത്യമായി കൊണ്ട് കരാറ് വാങ്ങുകയും ചെയ്ത ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ അല്ലാഹ് പറയുകയാണ്, വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ, ഇസ്രായേലിയരോട് അല്ലാഹ് കരാറ് വാങ്ങിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലാഹ് അവരിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുള്ളത്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വദിൽ ഖുർബ, നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾ നന്മ ചെയ്യണം. വൽ യതാമ, അനാഥകളോടും നിങ്ങൾ നന്ദി കാണിക്കണം, നന്മ ചെയ്യണം. വൽ മസാകീൻ, അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യണം. വഖൂലൂ ലിന്നാസി ഹുസ്നാ, ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും മാന്യമായി കൊണ്ട് നല്ല രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യണം. വഅഖീമുസ്സലാ, നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ മുറപ്രകാരം കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം. വആതുസ്സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ബനൂ ഇസ്രായേലിയരോട് അല്ലാഹ് കരാറ് വാങ്ങിയത്. പക്ഷേ അവരിൽ ചില ആളുകൾ എന്ത് ചെയ്തു? അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു. ചില ആളുകൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് വിമുഖതയോടുകൂടി പിന്മാറിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ, ഫൽയഖുൽ ഖൈറൻ, നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലത് മാത്രം പറയുക. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈമാൻ ഉള്ളവരാണോ, വിശ്വാസികളാണോ, വാക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ ഹദീസുകളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ നല്ല വാക്കുകൾ? സംസാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
പെരുമാറ്റങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, നിങ്ങൾ പരിഹസിക്കുന്നവർ നിങ്ങളെക്കാൾ ഉത്തമരായിരുന്നേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഈ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരുന്നേക്കാം. എന്നിട്ട് പറയുകയാണ്, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അന്യോന്യം കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, പരസ്പരം മ്ലേച്ഛ രൂപത്തിലുള്ള പരിഹാസ പേരുകൾ നിങ്ങൾ വിളിച്ചുകൊണ്ട് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാൻ കൈക്കൊണ്ടതിനു ശേഷം ഈ രൂപത്തിലുള്ള പരിഹാസ പേരുകളെ വിളിച്ചുകൊണ്ട് കളിയാക്കുന്നത് എത്രത്തോളം മ്ലേച്ഛകരമായ വിഷയം തന്നെയാണെന്നറിയോ? ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഈ രൂപത്തിലുള്ള കുറവുകളും തിന്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹുവോട് എന്ത് ചെയ്യണം? തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ഇത്തരത്തിലുള്ള മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ആരല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങുന്നില്ലയോ അവർ തന്നെയാണ് ഏറ്റവും വലിയ അക്രമകാരികൾ എന്നല്ല പറയാണ്. വീണ്ടും തുടർന്നു കൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇജ്തനിബു കസീറൻ മിനൽ, പല രൂപത്തിലുള്ള ഊഹങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരും, നിങ്ങളുടെ സംസാരങ്ങളിലൂടെ കടന്നു വരും. പക്ഷേ ഊഹങ്ങളിൽ പലതിനെയും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇന്ന ബഅ്ദൽ ഇസ്മുൻ, കാരണം ഊഹങ്ങളിൽ വെച്ചുകൊണ്ട് പലതും എന്താണ്? മ്ലേച്ഛകരമായ കാര്യങ്ങൾ തന്നെയാണ്. വലാ തജസ്സസു, ഒരാളുടെ കുറവുകളെ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്, ചാരപ്പണി നടത്തരുത് നിങ്ങൾ. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകളെ കുറിച്ച് നിങ്ങൾ ഗീബത്ത് പറഞ്ഞു നടക്കരുത്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വാതോരാതെ പറഞ്ഞു നടക്കുന്ന, ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന ആളുകളെ പോലെയായി നിങ്ങൾ മാറരുത്. അല്ലാഹ് ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, നിങ്ങളുടെ സഹോദരൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ ആ മയ്യത്തിൽ നിന്നൊരു കഷ്ണം മാംസം എടുത്ത് കഴിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, നിങ്ങൾ അതിനെക്കുറിച്ച് വെറുക്കുന്നുണ്ടല്ലേ? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ തവ്വാബുൻ റഹീം, തീർച്ചയായും അല്ലാഹ് അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാം. നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ, വചനങ്ങളിലൂടെ അല്ലാഹ് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകൾ പലതുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും വളരെയധികം പവിത്രത കൽപ്പിച്ചിട്ടുള്ള ഒന്നാണ് അഭിമാനം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു പ്രവർത്തനത്തിനും നമ്മൾ കൂട്ടുനിൽക്കില്ല. നമ്മുടെ അഭിമാനം ഏതെങ്കിലും ഒരുത്തൻ നഷ്ടപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ അഭിമാനത്തിന് ഏതെങ്കിലും രൂപത്തിലുള്ള കുറവുകൾ വരുത്തുന്ന പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടെയുള്ള ഒരുത്തൻ നമ്മളോട് ചെയ്തു കഴിഞ്ഞാൽ സഹിക്കാനും ക്ഷമിക്കാനും നമുക്കൊക്കെ ഒരല്പം പ്രയാസമായിരിക്കും. പെട്ടെന്നൊന്നും അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ നമ്മൾ തയ്യാറാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, അലൈക്കും ഹറാം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്ക് എന്താണ്? പവിത്രമാണ് എന്ന് പറഞ്ഞു. ഏതുപോലെ? കഹുർമതി യൗമിക്കും ഹാദാ, ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, ഇന്നേ ദിവസത്തിന്റെ പവിത്രത പോലെ. ഏത് ദിവസമാണ് പറയുന്നത്? യൗമുൽ അറഫ, അറഫയിൽ സമ്മേളിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും എന്താണ്? പവിത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഫീ ഷഹ്രിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ, ആ മാസത്തിന്റെ, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, ആ രാജ്യത്തിന്റെ, മക്ക രാജ്യത്തിന്റെ പവിത്രത പോലെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ അഭിമാനം പവിത്രമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മൾ ഉണ്ടാകാൻ പാടില്ല.
നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ വാക്കുകളിലൂടെ പെരുമാറ്റങ്ങളിലൂടെ കൂടെയുള്ളവന്റെ അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ ആയത്തുകളിൽ, നേരത്തെ ഓതിയ ആയത്തുകളിൽ പറഞ്ഞതുപോലെ പരിഹാസ പേരുകൾ വിളിക്കുക. ചില ആളുകൾക്കത് ദഹിക്കാൻ പറ്റൂല. ചിലപ്പോൾ കൂട്ടുകാർ തമ്മിൽ കൂടെ ഇരിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, പരസ്പരം ചില തമാശകൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ചില പരിഹാസ പേരുകൾ, കളിയാക്കി വിളിക്കുന്ന വാക്കുകൾ, അതൊക്കെ ആ സമയത്ത്, ആ സാഹചര്യം, ആ സിറ്റുവേഷൻ നോക്കി നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ പോട്ടേന്ന് വെക്കും. പക്ഷേ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ, നാം ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിൽ ആ പേരുകൾ അവർ നമ്മെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരും. നമുക്കത് ഒട്ടും സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സാഹചര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കണം എന്ന് പറയുന്നത്. ഖൗലൻ സദീദ, ശരിയായ വാക്ക് പറയണം, സിറ്റുവേഷൻ നോക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം പറയാൻ. നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് ഏത് രൂപത്തിൽ എഫക്റ്റ് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. അഭിമാനത്തിന് വില കൽപ്പിക്കുന്ന ആളുകൾ അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കടന്നു വന്നാൽ എങ്ങനെ അതിനെ പ്രതികരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസത്തിലാണ് ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. അവന്റെ അഭിമാനത്തിന് അവൻ വില കൽപ്പിച്ചിരുന്നു. ആ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണം എതിർഭാഗത്തു നിന്നുണ്ടായപ്പോൾ, അവൻ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നത് ആ ചെറുപ്പക്കാരന് സഹിക്കാൻ പറ്റിയില്ല. അവൻ ആത്മഹത്യ ചെയ്യാണ്ടായത്. ഇതുപോലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ കൂടെയുള്ളവൻ, അതിൽ നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങൾ എതിർഭാഗത്ത് നിന്നുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സതെങ്ങനെ ഉൾക്കൊള്ളുമെന്നോ അതിനോടെങ്ങനെ പ്രതികരിക്കുമെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വാക്കുകളെയും പെരുമാറ്റങ്ങളെയും പ്രവർത്തനങ്ങളെയും നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് നമുക്കറിയാം. അന്യ സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന പല പ്രവർത്തനങ്ങൾക്കെതിരെ ന്യായീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമൊക്കെ പല അഭിപ്രായങ്ങളും കടന്നു വരുന്നുണ്ട്. ഇസ്ലാം പച്ചയായി അതിനെ എതിർക്കുന്ന ഒരു വിഷയമാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത് എന്നുള്ളത്. അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റയ്ക്കാകുന്ന, ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്കാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഒരാണും പെണ്ണുങ്ങളും ഇടകലരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിശാചിന്റെ കുതന്ത്രങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകും. ഏത് രൂപത്തിൽ അത് എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഭവിഷ്യത്തുകളായിരിക്കും കടന്നു വരുന്നത്. ചിലപ്പോൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും നമുക്കത് തിരിച്ചു കിട്ടുന്നത് അത് നമ്മെ ഏറ്റവും വലിയ കുറ്റക്കാരനാക്കിക്കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ഈ ഒരു ആത്മഹത്യക്ക് ശേഷം, ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മരണത്തിന് ശേഷം പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ വന്നുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് ബസ്സിൽ കയറാൻ ഒരു വഴിയും പുരുഷന്മാർക്ക് മറ്റൊരു വഴിയും ആക്കണം എന്നുള്ളത്. അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനല്ലാണ്ടാക്കിയത് ആരാണ്? നമ്മുടെ സമൂഹം തന്നെയാണ്. അവർ പറയാണ്, സ്ത്രീകൾക്ക് ബസ്സിന്റെ മുൻഭാഗങ്ങളിൽ മാത്രം ഇരിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം, പുരുഷന്മാർക്ക് ബസ്സിന്റെ പിൻഭാഗത്തും ഇടയിലൊരു മറയുണ്ടായിരിക്കണമെന്ന് പറയാം. ഈ മറയ്ക്ക് വേണ്ടി വാദിക്കുന്നവരായ ആളുകൾ അവർ ചില ഇസ്ലാമിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സമയത്ത് അവർ പ്രതികരിച്ചു. 20-ാം നൂറ്റാണ്ടിലെ ചിന്തകൾ, 6-ാം നൂറ്റാണ്ടിലെ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ ഇസ്ലാമിനെതിരെ കളിയാക്കി. ഈ ആളുകൾ ഇന്ന് വന്നുകൊണ്ട് പറയാണ്, അവർക്കെതിരെ എന്തുണ്ടാകണം? ഒരു മറയുണ്ടാകണം അവർക്കിടയിലെന്ന്. ആണും പെണ്ണും ഇരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു മറയുണ്ടാകണം. കല്യാണ പന്തലുകളിൽ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ഇടകലരാത്ത രൂപത്തിൽ മറയുണ്ടാക്കിക്കൊണ്ട് ഭക്ഷണം വിളമ്പുന്ന സാഹചര്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകൾ വരെ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് വന്ന് പറയാണ് മറ വേണം എന്നുള്ളത്. ഇസ്ലാം അത് തന്നെയല്ലേ പറയുന്നത്? ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ അവരെ തന്നെ ശ്രദ്ധിക്കാതെ പരസ്പരം ഇടകലരുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നാൽ പിശാചിന്റെ കുതന്ത്രം അവിടെ ഉണ്ടാകും. അതെന്തൊക്കെയാണെന്നുള്ളത് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ സംസാരങ്ങളെ നമ്മൾ സൂക്ഷിക്കുക, പ്രവർത്തനങ്ങളെ, പെരുമാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ കൂടെയുള്ളവന് എതിരെ നിൽക്കുന്നവന് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംസാരങ്ങളെ, സാഹചര്യങ്ങൾ നോക്കി മനസ്സിലാക്കി, ആളുകളെ നോക്കി മനസ്സിലാക്കി പറയേണ്ടതാണോ അല്ലേ എന്നുള്ളത് ഒരു 100 വട്ടം ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലുള്ള സംസാരങ്ങൾ മാത്രം സംസാരിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു സംസാരവും നമ്മുടെ നാവിലൂടെ വരാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി ശ്രദ്ധയോടുകൂടി തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. നമുക്കറിയാം, അള്ളാഹ് പവിത്രമാക്കി എടുത്തു പറഞ്ഞ 4 മാസങ്ങളുണ്ട്: റജബ്, മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ. അത് പവിത്രമായി പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. അതിനു പുറമെയായി പവിത്രത കൽപ്പിച്ചിട്ടുള്ള ചില മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് ശഅബാൻ മാസം എന്നുള്ളത്. അടുത്ത മാസം റമളാനാണ്. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് ഒരു വർഷത്തിലെ നമ്മുടെ കർമ്മങ്ങളെ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. ദിവസങ്ങളിൽ, സമയങ്ങളിൽ വെച്ചിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? സുബഹിന്റെ സമയത്തും അസറിന്റെ സമയത്തും ആ ദിവസത്തിലെ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു? റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നു. ആഴ്ചകളിൽ വെച്ചിട്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. വർഷത്തിൽ ശഅബാൻ മാസത്തിലാണ് ഒരു വർഷത്തിലെ കർമ്മങ്ങൾ. കഴിഞ്ഞ ശഅബാൻ മുതൽ ഈ ശഅബാൻ വരെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർഷക്കാലത്ത് നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യാണ്? റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഈ പറയുന്ന ശഅബാൻ മാസം എന്നുള്ളത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ പിന്നെ ധാരാളമായി നോമ്പുകൾ എടുത്തിരുന്ന മാസമാണ് ശഅബാൻ മാസം. ശഅബാനിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നതായി കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകളും നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം റമളാൻ കഴിഞ്ഞാൽ പിന്നെ ധാരാളമായി നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. കഴിഞ്ഞ റമളാനിൽ ഏതെങ്കിലും നോമ്പുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോറ്റുവീട്ടുവാൻ നമുക്ക് റബ്ബ് നൽകിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ പറയുന്ന ശഅബാൻ എന്നുള്ളത്. എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള കുപ്രചരണങ്ങളും അതുപോലെ തന്നെ ചില ആവശ്യമില്ലാത്ത മോശകരമായ ചില ഇബാദത്തുകളൊക്കെ വളരെ പുണ്യകരമാണെന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള പല ന്യൂസുകളും വാർത്തകളൊക്കെ നമുക്ക് പല ഉസ്താദുമാരും ഷെയർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ എന്ത് ചെയ്തോ അത് വിശ്വാസികൾ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞ റമളാനിൽ ഏതെങ്കിലും നോമ്പുകൾ വിട്ടുപോയവരുണ്ടെങ്കിൽ അത് ഈ ശഅബാനിൽ എന്ത് ചെയ്യണം? നോറ്റ് വീട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനും ഒക്കെ അവസരങ്ങളുള്ളൊരു സമയമാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ധാരാളമായി കൊണ്ട് നമ്മൾ ദിക്ർ ദുആകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിലേക്ക് അടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ആ നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, ഈ ശഅബാൻ മാസത്തിൽ ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാവിധി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ അവരുടെ എല്ലാ അസുഖങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായ സൗഖ്യത്തിലും സമാധാനത്തിലും ആഫിയത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സുഖമില്ലാതെ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസം എത്രയും വേഗം പൂർണ്ണമായ ആശ്വാസത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന വേദനയുള്ള വലിയ സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന മാരകമായ പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ കുടുംബത്തിൽ എല്ലാ രൂപത്തിലുമുള്ള ഐശ്വര്യവും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിച്ചും വർഷിപ്പിച്ചും നൽകുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം അള്ളാഹു പൂർണ്ണമായ ഐശ്വര്യവും സമാധാനവും നിർഭയത്വവും സന്തോഷവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.